ശ്രീ പി ജെ വിൻസെന്റ്, ഏതെങ്കിലും അറബ് രാഷ്ട്രങ്ങളിലായിരുന്നു പ്രവാസികൾ ഈ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെങ്കിൽ കേരളം കുറെ കൂടി ആശങ്കപ്പെടുമായിരുന്നു, നമ്മൾ കുറെ കൂടി അത് ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മളോട് അമേരിക്കയിൽ ഇരുന്ന് പ്രതികരിക്കുന്ന രണ്ടുപേരും എത്രമാത്രം പാനിക്കാണ് അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ ഇന്ത്യൻ സമൂഹം കടന്നു പോകുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ ആ ഗ്രാവിറ്റിയോട് കൂടി തന്നെ നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയരും. ഇവിടെ ഈ വിദ്യാർത്ഥികളുടെ കേസുമായി ബന്ധപ്പെട്ട് ജയറാം രമേശാണ് ഇന്ന് ഇത് ഗൗരവത്തോടെ കാണണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് അമേരിക്കയുമായി സംസാരിക്കണമെന്നും ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിനപ്പുറം ഒരു ചർച്ച പോലും ആകുന്നില്ലേ നമ്മുടെ നാട്ടിൽ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇത് മിസ്സസ് ലിനി ഫിലിപ്പ് സൂചിപ്പിച്ചത് ആണ് അതിലെ വസ്തുത. അത് അവിടെയുള്ള അമേരിക്കയിലുള്ള ഇന്ത്യൻ സമൂഹം മാത്രമല്ല. ഇപ്പോ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ലേഖനം 2 ദിവസം മുമ്പ് വന്ന ഒരു ലേഖനം സൂചിപ്പിക്കുന്നത് ഒരു അൺസർട്ടൈനിറ്റിയുടെ കൊടുമുടിയിലാണ് അവിടെയുള്ള ഹിസ്പാനിക്കുകൾ, അതുപോലെ കളേർഡ് പീപ്പിൾ, ഏഷ്യാറ്റിക് പീപ്പിൾ, ഇന്ത്യൻ വംശജർ ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ, നേപ്പാളി, അതുപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ. കാരണം ഏത് നിമിഷവും അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യപ്പെടാം എന്നുള്ള സങ്കടകരമായ അവസ്ഥയാണ് അമേരിക്കയിൽ നിൽക്കുന്നത്. അമേരിക്ക ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഏറെക്കുറെ തകർന്നടിഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ OPT ഹോൾഡേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികള് ഒക്കെ അവിടുന്ന് വിസ റിവോക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ പറയുന്നത് അതിൽ 50% ഇന്ത്യൻ വിദ്യാർത്ഥികളാണെന്നാണ്, 14% ചൈനീസ് വിദ്യാർത്ഥികളാണ്. ഇവർക്ക് 1 വർഷത്തോളം അവിടെ ജോലി ചെയ്യാനുള്ള അവസരവും കൂടി F1 വിസയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ പോയി ജോലി ചെയ്ത് പഠിക്കുവാനും പിന്നീട് അവിടെ സിറ്റിസൺഷിപ്പ് നേടുവാനും അമേരിക്കൻ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അത് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ അത്ര കാര്യമായ ഇടപെടൽ നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് അമേരിക്കയുടെ സ്റ്റേറ്റ് പോളിസി ആയിട്ട് വരികയാണ്. അതിപ്പോ ട്രംപ് വന്നതിന് ശേഷം മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല ഇത്. കാരണം 2023-24 വർഷത്തിൽ തന്നെ F1 വിസയിലെ 36% ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയുണ്ടായി. അത് 2ാം പാദത്തിലേക്ക് വരുമ്പോൾ അത് 38% വർദ്ധിച്ചു. അപ്പം അമേരിക്കയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഫോറിൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നാണ്. 24-25 അധ്യയന വർഷത്തില് 3,32,000 വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയിട്ട് പഠിച്ചത്. ഇതിൽ 1,00,000 അടുപ്പിച്ച 98,000 സംതിങ് ഈ F1 വിസയിലാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ രാജ്യം, അതിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എപ്പോഴും നമ്പർ 1 ആണ്. ഇവിടെയൊക്കെ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആ ഒരു അവസരം ഇല്ലാതാവുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ ഓപ്ഷൻസ് കുറവാണെന്ന് പറയാൻ അവിടുത്തെ ഒരു സ്റ്റേറ്റ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ ഇന്ത്യക്ക് മാത്രമായി എന്തെങ്കിലും ഇളവ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതിനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ നമുക്ക് ഡിപ്ലോമാറ്റിക് ചാനലിൽ ചില ഇടപെടലുകൾ നടത്താൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോ വിസ റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ രാജ്യം വിട്ടു പോകണം എന്നുള്ളതാണ്. മറ്റു ഓപ്ഷൻസ് ഇല്ല. അപ്പൊ പിന്നീട് അവിടെ ബിലേറ്റഡ് സ്റ്റേ സ്വാഭാവികമായിട്ടും റീ എൻട്രിയെ തടസ്സപ്പെടുത്തുന്ന അടക്കമുള്ള മറ്റു നടപടികൾക്ക് കൂടി കാരണമാകും. അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് ലീഗൽ ഓപ്ഷൻ തേടാം. മറ്റൊന്ന് നമ്മളുടെ ഡിപ്ലോമാറ്റിക് ചാനലിൽ ഈ വിഷയത്തിൽ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. അവിടെ ഇന്ത്യ ഗവൺമെന്റിന് ഒരു സാധ്യതയുണ്ട്. ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വിസ റിവോക്ക് ചെയ്ത ആളുകളെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയിൽ അതിൽ ചില ഇളവുകൾ കൊണ്ടുവരുവാനും അവർക്കൊരു സാവകാശം കിട്ടുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ, മനുഷ്യത്വപരമായ ഒരു പരിഗണന ലഭിക്കാൻ വേണ്ടി ഡിപ്ലോമാറ്റിക് ചാനലിൽ ഭാരതത്തിന് ഇടപെടാൻ സാധിക്കും. ആ രീതിയിൽ എന്തായാലും ഇന്ത്യ ഇടപെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫോറിൻ മിനിസ്ട്രി കാര്യങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ പാനലിസ്റ്റ് ആനന്ദാണെന്ന് തോന്നുന്നു സൂചിപ്പിച്ച ഇസ്ലാമോഫോബിക് കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, 2011 ഒക്കുപൈ വാൾ സ്ട്രീറ്റ് മൂവ്മെന്റിന് ശേഷം ഈ സ്റ്റുഡന്റ് യൂത്ത് വിങ്ങിന്റെ മേഖലയിൽ നിന്നുണ്ടാവുന്ന ആക്ടിവിസത്തെ വളരെ ആശങ്കയോടുകൂടിയാണ് അമേരിക്കൻ പൊളിറ്റിക്കൽ ഫോർമേഷൻ കാണുന്നത്. അത് റിപ്പബ്ലിക്കൻസും അതെ, അതുപോലെ ഡെമോക്രാറ്റുകളും അതെ. ഇവിടെ ഇപ്പോൾ ഈ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഗസ വാറിൽ
അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് പലസ്തീനിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കൊളംബിയ, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി എല്ലാം വലിയ പ്രകടനങ്ങൾ ഉണ്ടാകുകയും ഓക്കുപൈ വാൾ സ്ട്രീറ്റ് മൂവ്മെന്റിന്റെ രൂപത്തിൽ ക്യാമ്പസുകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള സമരം ഉണ്ടാകുകയും ചെയ്തു. ഇത്തരം സമരങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ മനുഷ്യാവകാശവും ഒന്നും അമേരിക്കയുടെ പ്രസംഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിൽ അവര് ആ രാജ്യത്തിന്റെ, അമേരിക്കയുടെ രാഷ്ട്രീയ നിലപാടിന്, അമേരിക്കൻ ഭരണവർഗത്തിന്റെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾ, അത് വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ പഠിക്കേണ്ട, രാജ്യം വിട്ടു പോകണം എന്നുള്ള വളരെ കർക്കശമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അക്കാര്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമോ പൊതുവായിട്ടുള്ള അക്കാദമിക മേഖലയിൽ ആളുകൾക്ക് ലഭിക്കുന്ന അഭിപ്രായം, അതും വളരെ പ്രധാനപ്പെട്ടാണ്. അത്തരത്തിലുള്ള ഉന്നതമായ മൂല്യങ്ങൾക്ക് ഇപ്പോൾ അമേരിക്ക പ്രാധാന്യം കൊടുക്കുന്നില്ല. ട്രംപിന്റെ നയം വളരെ എക്സ്ട്രീം റൈറ്റ് പൊസിഷനാണ് അദ്ദേഹം എടുക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. തീർച്ചയായും. ഞാൻ